പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ വചനം പഠിക്കുമ്പോൾ വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളോടൊപ്പമായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എന്റെ മനസ്സമേത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 12, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ്. അപ്പൊ ഈ ഉപമയെ കുറിച്ച് പറയുമ്പോൾ പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. അതിലെ ഒരു വ്യാഖ്യാനം നേതാക്കന്മാരുടെ നിരുത്തരവാദിത്വത്തെ കുറിച്ചും അവിശ്വസ്തതയെ കുറിച്ചും യേശുവിടെ വിമർശിക്കുകയാണ്. ഉപമയില് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ ദൈവമാണ്. അപ്പൊ ദൈവം മനോഹരമായിട്ടുള്ള ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. ഇസ്രായേലാണ് ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. ഇത് സങ്കീർത്തനം 80:8-19, ജെറമ്യ 2:21, ഇങ്ങനെ പഴയ നിയമങ്ങളിൽ പല ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാട്ടകൃഷിക്കാർ ഇസ്രായേലിലെ നേതാക്കന്മാരും ഏശയ്യ 5:1-2 വികസിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയതാണ് ഈ ഉപമ. ഈ തോട്ടത്തിന്റെ ഉടമയ്ക്ക് പാട്ടക്കാർ വിളവെടുപ്പ് കാലത്ത് വീഞ്ഞായിട്ടോ മുന്തിരിയായിട്ടോ പാട്ടം കൊടുക്കണമായിരുന്നു. ഇപ്പൊ വേറൊരാളുടെ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളിത് ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ പാട്ടക്കാര് അതിന്റെ വിളവെടുപ്പിന്റെ കാലമാകുമ്പോൾ അതിന്റെ ഫലങ്ങള് അതിന്റെ ഉടമസ്ഥന് കൊടുക്കണമായിരുന്നു. പാട്ടക്കാരും സ്ഥലമുടമയും തമ്മിലുള്ള തർക്കങ്ങൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കാറുള്ളതായിരുന്നു. ദൈവം തന്റെ അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായിട്ട് എപ്പോഴും ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. പലരെയും അയക്കുന്നത് ദൈവത്തിന്റെ നീണ്ട കാത്തിരിപ്പിന്റെയും ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകമാണ്. അതെന്താണ് നമുക്ക് കാണാം. ഇങ്ങനെ ദൈവം പലരെയും അയക്കുന്നു, ഇവരിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ചിട്ട്, പക്ഷെ അവരെയെല്ലാം അവര് കുന്നുകളയുകയാണ്. അവസാനം പുത്രനെ അയച്ച പുത്രനെയും കുന്നുകളഞ്ഞു. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു ക്ഷമയും സഹനവും ഇതിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അനുതാപത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം നിരന്തരം നടത്തിയ ശ്രമങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം മക്കളാണ് ഇസ്രായേൽക്കാര്. അവര് ദൈവത്തിന്റെ വഴിയെ നടക്കുമെന്നും ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന എല്ലാം ദൈവം വിചാരിച്ചു. പക്ഷെ അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ അകന്നു പോയിക്കൊണ്ടിരുന്ന ജനത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഓരോ സമയത്തും ക്ഷമയോട് കൂടിയിട്ട് പ്രവാചകന്മാരെ അയക്കുന്നു. പക്ഷെ അവരെയൊന്നും അവർ കേൾക്കുന്നില്ല. അവർ വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം സ്വപുത്രനെ അയച്ചു. സ്വപുത്രനെയും അവർ കേട്ടില്ല. നമുക്കറിയാം എന്താണ് ഈശോയുടെ അവർ ചെയ്തത് എന്നുള്ളത്. അപ്പോ അനുതാപത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം നിരന്തരം നടത്തിയ ശ്രമങ്ങൾ ഇത് സൂചിപ്പിക്കുകയാണ്. ജെറമ്യ മുന്തിരിത്തോട്ടത്തിന് വെളിയിലെറിയുന്ന ജെറുസലേം പട്ടണത്തിന് പുറത്ത് യേശുവിനെ ക്രൂശിച്ചതിനെ ഇത് അനുസ്മരിപ്പിക്കുകയാണ്. ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രനെ ജെറുസലേം പട്ടണത്തിന് പുറത്ത് വന്ന് ക്രൂശിന് ഇവിടെ ഒരു അനുസ്മരണം ഉണ്ട്. ദൈവജനം എന്ന മുന്തിരിത്തോട്ടത്തിന്റെ മേൽനോട്ടം ഇസ്രായേലിന്റെ നേതാക്കളിൽ നിന്നും സഭയുടെ നേതാക്കളെ ഏൽപ്പിക്കുന്നതിന്റെ സൂചനയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിൽ നിന്നും സഭയിലേക്കുള്ള ഒരു വളർച്ച ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കൊരു കെട്ടിടം പണിയുമ്പോൾ കെട്ടിടത്തിന്റെ 2 വശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൂലക്കല്ലിന് കെട്ടിടത്തിന്റെ ഘടനയിൽ അതിപ്രധാനമായ സ്ഥാനമുണ്ട്. അത് അതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇതാണ്. പുത്രന്റെ ദയനീയമായ അന്ത്യത്തെ മഹത്വപൂർണമായി പരിണമിപ്പിച്ച പിതാവിന്റെ പ്രവൃത്തി എവരെയും വിസ്മയിപ്പിക്കുന്നതും പിതാവിന്റെ പരമാധികാരത്തെ വിളംബരം ചെയ്യുന്നതാണ്. അപ്പൊ പുത്രന്റെ അവസാനത്തെ മഹത്വം അതൊരു ആ മരണത്തിലൂടെയൊക്കെ ആയാലും ദൈവമായ പിതാവ് അവനെ അതിൽ നിന്നും ഒക്കെ ഉയർപ്പിച്ചു. അത് പിതാവിന്റെ മേലധികാരത്തെ തന്നെ കാണിക്കുകയാണ്. 12:12 നമ്മൾ വായിക്കുന്നു, തന്നെ വധിക്കാനുള്ള മതമേധാവികളുടെ മനസ്സിലെടുപ്പ് ഈശോ ഈ ഉപമയിലൂടെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരന്റെ ഉപമയിലൂടെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു,
തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു, അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി. അപ്പൊ ഈ ഉപമയുടെ അർത്ഥം എന്തെന്ന് യേശുവിന്റെ എതിരാളികൾക്ക് മനസ്സിലായി. പക്ഷേ ചെയ്തത് ഉപമകൾ അവിശ്വാസികളിൽ ഉണ്ടാക്കുന്ന പ്രതികരണത്തെ കുറിച്ച് യേശു മുമ്പ് പറഞ്ഞത് അവരുടെ കാര്യത്തിൽ നിറവേറി. ഈ ഉപമയെ നമുക്ക് വേറൊരു തരത്തിൽ എങ്ങനെയാ വ്യാഖ്യാനിക്കാന്ന് വെച്ചാല്, ഇസ്രായേൽക്കാരാണ് ഈ മുന്തിരി തോട്ടം. അപ്പൊ അതിന് ചുറ്റൊക്കെ അദ്ദേഹം സംരക്ഷിച്ചു, ഫലം ശേഖരിക്കാനായിട്ട് പോയി. പക്ഷെ ഇവര് എപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്നു. പക്ഷെ തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് പല പ്രവാചകന്മാരെയും അയച്ചു. പക്ഷെ അവരെല്ലാം കൊന്നുകളഞ്ഞു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നൽകുന്ന രക്ഷ അനുഭവിക്കൂടെയോ പിശാചിന്റെ കൂടെയോ വസിക്കാൻ ദൈവം മനുഷ്യരുടെ വഴിയിൽ നിന്നും മനുഷ്യൻ മാറി തിന്മയുടെ വഴിയിലേക്ക് പോകുമ്പോൾ ദൈവത്തിന് എപ്പോഴും ഒരു വേദനയുണ്ടായിരുന്നു. ആ വേദനയിൽ നിന്നാണ് ദൈവം പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നത്. ഈ പ്രവാചകന്മാരെ എല്ലാം അവർ കൊന്ന് വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞപ്പോൾ ദൈവം വിചാരിക്കുകയാണ്, ഞാനിനി എന്റെ പുത്രനെ അയച്ചാല് ഇവരെ തിരിച്ചു വരും, എന്റെ മാർഗത്തിലൂടെ നടക്കും എന്നെല്ലാം വിചാരിച്ചിട്ടാണ് സ്വപുത്രനെ അയക്കുന്നത്. പക്ഷെ സ്വപുത്രനെ അയച്ചപ്പോൾ ഇവര് പറയുന്നുണ്ട്, നമ്മള് 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അവകാശം നമ്മുടേതാകും. അവർ അവനെ പിടിച്ചു കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. അപ്പൊ ഇവര് അത് നശിപ്പിച്ചാല് അത് സ്വന്തമാക്കാമെന്നുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ അങ്ങനെ ഇവര് സ്വപുത്രനെ അയച്ചപ്പോൾ ആ സ്വപുത്രനെ ഇവര് സ്വീകരിച്ചില്ല. അപ്പോ ദൈവം നൽകുന്ന രക്ഷ അനുഭവിക്കാനായിട്ട് ഇവർക്ക് സാധിക്കാതെ വന്നു. അപ്പൊ ആത്മാക്കൾ രക്ഷപ്പെടുന്നില്ല. ഇത് കണ്ട് പിശാച് വളരെയധികം സന്തോഷിച്ചു. കാരണം അവന് കുറെ ആളുകളെ കിട്ടാണ്. തിന്മയുടെ വഴിയിലൂടെ നടക്കും, കുറെ ആളുകളെ പിശാചിന് കിട്ടുന്നുണ്ട്. പിശാച് വളരെയധികം സന്തോഷിച്ചു. ഇനി ആരെയും ദൈവത്തിന് അയക്കാനില്ല എന്ന് അവൻ അറിയാനും. കാരണം എല്ലാവരെയും സ്വപുത്രനെ പോലെ വായിച്ചു, അവരെ പോലും ഇവർ കേട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ജീവൻ നൽകി മരണത്തിൽ നിന്നും അവനെ ഉയർത്തി. മരണത്തിൽ നിന്നും ഉയർത്തി ദൈവം എന്ത് ഉദ്ദേശത്തോടു കൂടി ഇസ്രായേൽ ജനത്തെ സൃഷ്ടിച്ചുവോ, അല്ലെങ്കിൽ അതിന് ഈ പ്രവാചകന്മാരെയും സ്വപുത്രനെയെല്ലാം അയച്ചുവോ, അത് ഈ ഉയർപ്പിക്കലൂടെ സാധ്യതമായി. രക്ഷ മനുഷ്യകുലത്തിന് തന്റെ സ്വപുത്രനത്തിലൂടെ നേടിത്തന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് രക്ഷ നേടിത്തന്നപ്പോൾ യേശോയെ ഏർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ പിശാച് ദുഃഖിതനായി. അപ്പോ ഈശോയിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ രക്ഷപ്പെടുമെന്ന് നമ്മേക്കാൾ കൂടുതലായിട്ട് പിശാചിനറിയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മള് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം അല്ലെങ്കിൽ ഈശോ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഒരുപാട് വേദനിക്കുകയാണ് തന്റെ മക്കൾ തന്നിൽ നിന്ന് അകന്നു പോവുകയാണെന്നത്. അപ്പൊ പലതരത്തില് നമ്മെ തന്നിലേക്ക് അടുപ്പിക്കും. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും നമുക്കായി മരിച്ച് ഉത്തിതനായ ഈശോ നേടിത്തന്ന രക്ഷ നമ്മൾ അനുഭവിക്കണം. ദൈവത്തിന്റെ വഴിയിലൂടെ നമ്മൾ നടക്കണം. അല്ലാതെ മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കാം, അങ്ങനെ കുറെ തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി പിശാചിന്റെ കെണിയിൽ ജീവിക്കേണ്ടവരല്ല നമ്മള്. കാരണം നമ്മൾ ഓരോരുത്തരും അവിടുത്തെ തന്നെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ ഛായയും സാദൃശ്യവും നമ്മളത് കൂടുതൽ മനോഹരമാക്കി ദൈവത്തിന്റെ വഴിയിലൂടെ നമുക്ക് നടക്കാം. അപ്പൊ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹമായിട്ടും, ബന്ധുക്കൾ തമ്മിൽ സ്നേഹമായിട്ടും, അയൽക്കാർ തമ്മിൽ സ്നേഹമായിട്ടും, അപ്പൊ അങ്ങനെയൊക്കെ സ്നേഹമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ സഹനങ്ങൾ ഇല്ല എന്നല്ല അതിനർത്ഥം. നമ്മളിലെ ഈ ദൈവത്തിന്റെ ഛായ നമ്മള് കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ സൃഷ്ടിച്ചതില് കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യും.
അപ്പൊ ഇതാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് 12-ാം അധ്യായം 13 മുതൽ 17 വരെ സീസറിന് നികുതി കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മള് ഇവിടെ പറയുകയാണ് ഈശോയെ അവർ ശരിക്കും ഒരു ട്രാപ്പിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, അവർ അത് വന്നപ്പോൾ അവൻ ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റെത് എന്ന് അവൻ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അവർ അവനെ കുറിച്ച് വിസ്മയിപ്പിച്ചു. അപ്പൊ ഈശോയെ കുടുക്കിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഈശോയും ഈ ലോകത്തിലെ നിയമങ്ങൾക്ക് അധീനനാണ്. അപ്പൊ നമ്മള് ഈ ലോകത്തില് ജീവിക്കുമ്പോൾ നമ്മുടെ നാടിന്റെയും രാജ്യത്തിന്റെയും എല്ലാം നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തിരുസഭയുടെ മക്കളാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് വിമുക്തരല്ല. അപ്പൊ നമ്മൾ സമൂഹത്തോടും നാടിനോടും രാജ്യത്തിനോടും ഒക്കെ ചെയ്യേണ്ട നീതി നമ്മൾ എപ്പോഴും പുലർത്താനായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 12-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിലെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വിവാദമാണ്. ഇവിടെയും യേശുവിനെ കുടുക്കലാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം നമുക്കറിയാലേ, ഈ ലോകത്തിലെ ആളുകള് ഇങ്ങനെ ക്രുക്കഡായിട്ട് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. നമ്മള് വിചാരിക്കുന്ന പോലെയല്ല അവര്. അപ്പൊ നമ്മൾക്ക് ഒരു വിവേകം ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ അവരുടെ ട്രാക്കിൽ വീണു പോകും. അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണമാണ് സീസണിന് നികുതി കൊടുക്കുന്ന കാര്യം ഈശോയോട് ചോദിച്ചത്. ഈശോ വളരെ വ്യക്തമായിട്ട് അതിന് ഉത്തരം കൊടുത്തു. അടുത്തത് ചോദിക്കുകയാണ് പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വിവാദം. അവരത് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു സംഭവം അവരുണ്ടാക്കിയിട്ട് അവൻ ചോദിക്കുകയാണ്, പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? കാരണം ഒരാളെ വിവാഹം ചെയ്തു മരിച്ചു, രണ്ടാമത്തെ സഹോദരൻ അത് മരിച്ചു, 3, 4 അങ്ങനെ 7ാമത്തെ ആളുടെ ഭാര്യയായിട്ട് തീരാണ് അവള്. അപ്പൊ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യ ആയിരുന്നത്. അപ്പൊ ഇവിടെ യേശുവിനെ കുടുക്കിലാക്കാനാണ്. അപ്പൊ യേശു അവരോട് നല്ലൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? അപ്പൊ അവിടെ നല്ലൊരു ചോദ്യമാണ് അവിടെ ചോദിച്ചത്. വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തിയും അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുപറ്റുന്നതിനുള്ള പ്രധാന കാരണം നമുക്ക് ഈ വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തിയും അറിയാത്തത് കൊണ്ട് തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഈ ഫരിസയരും സദുക്കായരും യഹൂദരാണെങ്കിലും അവര് ഒരു കാര്യത്തിലെ അവർ വിഭിന്നരാണ്. ഫരിസയര് പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു, സദുക്കായര് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ സദുക്കായര് കുറച്ചും കൂടി സമ്പന്നരും അങ്ങനത്തെ ആളുകളാണ്. ഫരിസയര് കൂടുതൽ ലേ പീപ്പിളാണ്. ഇവര് യേശു ആരുടെ കൂടെ നിൽക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉണ്ടായത്. യേശു എന്ത് ഉത്തരമാണ് നൽകുക എന്നല്ല. അപ്പൊ ഈശോ അവർക്ക് നല്ലൊരു ഉത്തരം അവിടെ നൽകുന്നുണ്ട്. 25-ാമത്തെ വാക്യത്തില്, എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയില്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈശോ പഠിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും എന്നാണ്. നമുക്ക് ശരീരത്തിന്റെ ഉയർപ്പുണ്ട്, പക്ഷെ നമ്മൾക്ക് ഏത് തരത്തിലുള്ള ശരീരമാണെന്ന് ഈശോ പറയുന്നത് നമ്മൾ ദൂതന്മാരെ പോലെയാകും. പൗലോസ്ലീഹ ഇതിന് പറയുന്നത് നമുക്ക് ആത്മീയ ശരീരം ലഭിക്കുമെന്നാണ്. നമ്മളത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ദൈവം പറയുന്നുണ്ട്, ദൈവം എന്ന് പറയുന്നത് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്, നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പൊ ഇവിടെയും അവര് യേശുവിനെ ട്രാപ്പിലാക്കുന്നതിൽ ഇവിടെയും അവര് പരാജയപ്പെട്ടു. വീണ്ടും അവർ ഈശോയെ ട്രാപ്പിലാക്കാൻ വേണ്ടി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഒരു 12, 28, 34 ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ട് അവൻ നന്നായി ഉത്തരം പറയുന്നു എന്ന് മനസ്സിലാക്കി അവരോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? അപ്പൊ ഈശോ അവരോട് അവരുടെ തന്നെ ലിഖിതങ്ങളിലെ നിയമാവർത്തനം 6:4-5 കാര്യം പറയാണ്. പ്രധാനമായ കൽപ്പന ഇതാണ്. ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക.
അപ്പൊ ഇന്നും ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇതാണ്. നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. അപ്പൊ ഒന്നാം പ്രമാണത്തിനെതിരായി ഈ കർത്താവിന് പകരമായിട്ട് നമ്മൾ പല കർത്താക്കന്മാരെയും വെക്കുമ്പോൾ നമ്മളോട് ഒന്നാം പ്രമാണത്തിനെതിരായി തെറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരെയും നമുക്ക് വിചിന്തനം ചെയ്യാം. ഞാൻ ദൈവത്തിനാണോ എന്റെ ഇതില് പ്രാധാന്യം കൊടുക്കുന്നത്, അത് മറ്റു പലതിനെയുമാണോ ഞാൻ ആരാധിക്കുന്നത്? എന്റെ ജോലി, സമ്പത്ത്, സ്ഥാനമാനങ്ങള്, പേര്, പ്രശസ്തി എന്നിവയ്ക്ക് പിന്നാലെയാണോ ഞാൻ പോകുന്നത് ദൈവത്തെക്കാൾ ഉപരിയായിട്ട്? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. കുറേശ്ശെ സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാം പൂർണ്ണമായിട്ട് സ്നേഹിക്കണം. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോ ആദ്യം ഞാൻ എന്നെ തന്നെ ശരിയായി സ്നേഹിക്കണം, എന്നിട്ട് എന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പലപ്പോഴും നമ്മെ തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ സ്നേഹിക്കുന്നതില് പരാജയപ്പെടുന്നു. നമ്മൾ പലപ്പോഴും അയ്യോ ഞാൻ അങ്ങനെയായല്ലോ, ഇങ്ങനെയായാലും, എനിക്ക് ഇന്ന കുറവുണ്ട്, മറ്റേ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മെ സ്നേഹിക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല. അപ്പൊ എന്നെ ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലും ഈ വിധത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു, അത് ഞാന് അംഗീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അടുത്തത് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന വേറൊരു സംഭവമാണ് ദാവീദിന്റെ പുത്രൻ നിയമജ്ഞരെ വിമർശിക്കുന്നതായിട്ട് വിധവയുടെ കാണിക്കയെ കുറിച്ചിട്ട്. 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലാണ് വിധവയുടെ സമർപ്പണം. നമുക്കറിയാവുന്ന ഒരു സംഭവമാണ് വിധവയുടെ കാണിക്കയെ കുറിച്ചിട്ട്. ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധനവാന്മാരും ആത്മീയതയിൽ സമ്പന്നയായ ദരിദ്ര വിധവയും തമ്മിലുള്ള താരതമ്യമാണ് ഈ ഭാഗത്തിലുള്ളത്. അപ്പോ ഇവിടെ ധനവാന്മാര് അവര് ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നു, എന്നാല് വിധവ ആത്മീയതയില് സമ്പന്നയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരെയും ഈശോയുടെ താരതമ്യപ്പെടുത്തുന്നു. ദരിദ്രയായ വിധവയുടെ ഔദാര്യവും നിയമജ്ഞരുടെ അത്യാഗ്രഹം തമ്മിലുള്ള വൈരുദ്ധ്യവും ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വിധവ വളരെ ഔദാര്യമായിട്ട് തനിക്കുള്ളത് ദൈവത്തിന് സമർപ്പിക്കുന്നു, എന്നാൽ നിയമജ്ഞരുടെ അത്യാഗ്രഹം, ഇത് രണ്ടും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ഇവിടെ കാണാനായിട്ട് സാധിക്കും. 12:41-42 നമ്മൾ ഈ സംഭവം വായിക്കുമ്പോൾ, അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അപ്പൊ നമ്മൾ വിചാരിക്കും ഈശ്വരനെ ഓരോരുത്തരും ഇടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അല്ല, അതായത് ഇവരിടുന്നതിന് മുൻപ് അവിടെ ഒരാള് ഇത് രേഖപ്പെടുത്തി ഉറക്കെ വിളിച്ചു പറയും ഓരോരുത്തരും ഇടുന്നത് എത്രയാണെന്ന്. അങ്ങനെ വിളിച്ചു പറയുന്നതാണ് ഈശോ കേട്ടത്. അല്ലാണ്ട് ഓരോരുത്തരും എന്തുമാത്രം ഇടുന്നുണ്ട് ഈശോയുടെ ശ്രദ്ധിച്ച് ഭണ്ഡാരത്തിന്റെ അടുത്ത് പോയി നിൽക്കുന്നതല്ല, അതിന്റെ ഇതിലേക്കുള്ള ഹോളിന്റെ അവിടെ പോയി നിൽക്കുന്നതല്ല, മറിച്ച് ഇവരെ വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. അവര് പറയുന്നത് കേട്ടാണ് ഈശോയുടെ പ്രവർത്തിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിൽ ഇസ്രായേലിന്റെ മണ്ഡപത്തിൽ വിജാതീയരുടെ മണ്ഡപത്തിനും ഇടയിലുള്ള സ്ത്രീകളുടെ മണ്ഡപത്തിൽ കാഹളത്തിന്റെ ആകൃതിയിലുള്ള 13 ഭണ്ഡാരങ്ങൾ ഉണ്ടായിരുന്നു. 13 ഭണ്ഡാരം നമ്മൾ ഇന്ന് കാണുന്ന നരച്ചപ്പെട്ടി പോലെയല്ല, കാഹളത്തിന്റെ ഷേപ്പിലുള്ള 13 ഭണ്ഡാരങ്ങളാണ്. യേശു ശ്രദ്ധിച്ച സ്ത്രീ വിധവ മാത്രമായിരുന്നില്ല, ദരിദ്രയുമായിരുന്നു. ആ സ്ത്രീ അർപ്പിച്ച 2 ചെമ്പുതുട്ടുകളുടെയും കൂടി ആകെ മൂല്യം ഏകദേശം ഒരു ദനാറയുടെ 64 മാത്രമാണ്. അപ്പോ അത്രയും ചെറുതാണ്. ഒരു സാധാരണ തൊഴിലാളിക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ കൂലിയാണ് ഒരു ദനാറ. അപ്പൊ വിധവ മാത്രമല്ല, ദരിദ്രയുമായിരുന്നു. അപ്പൊ പക്ഷെ ഒരു ദിവസത്തെ കൂലിയാണ് ഒരു ദനാറ. ആ വിധവയുടെ ചെറിയ കാണിക്കയുടെ പിന്നിലെ വലിയ ത്യാഗമാണ് ഇവിടെ ഈശോ അമൂല്യമായിട്ട് കണക്കാക്കുന്നത്. തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ നിക്ഷേപിച്ചത് ദൈവത്തോടുള്ള ആ സ്ത്രീയുടെ വലിയ സ്നേഹത്തിന്റെയും ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയത്വത്തിന്റെയും നിദർശനമാണ്. അപ്പോ ദൈവത്തോടുള്ള ഒരു വലിയൊരു സ്നേഹം, അതുപോലെ ദൈവത്തിലെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് സ്ത്രീ തനിക്കുള്ളതെല്ലാം നിക്ഷേപിച്ചത്. എത്ര കൊടുത്തു എന്നല്ല, എത്ര ബാക്കിയുണ്ട് എന്നതാണ് ഔദാര്യത്തിന്റെ ഒരു കല്ല്. അപ്പൊ നമ്മള് ധനികർക്ക് കുറെ കൊടുക്കാനായിട്ട് സാധിക്കും, പക്ഷെ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ എത്ര കൊടുത്തു എന്നല്ല, കൊടുത്തു കഴിയുമ്പോൾ എന്റെ കയ്യിൽ എന്തോരം ബാക്കിയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ കൊടുക്കുന്നതിന്റെയും ഔദാര്യത്തിന്റെയും മൂലക്കല്ലായിട്ട്, നമുക്ക് ഊരക്കല്ലായിട്ട് കാണാനായിട്ട് സാധിക്കുക.
ഈ വിധവ നിയമജ്ഞരിൽ നിന്ന് തീർത്തും വിഭിന്നയായ വ്യക്തിയാണ്. നിയമജ്ഞർ സകലരാലും കാണപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ ഈ വിധവ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവളാണ്. അതാണ് ഒരു പ്രത്യേകത. നിയമജ്ഞര് എന്തെങ്കിലും ചെയ്യുമ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കും. നമ്മൾ പൊതുവെ പറയും കോഴി മുട്ടയിട്ട പോലെയാണെന്ന്. ചില ആൾക്കാർ ചെയ്യുമ്പോൾ കോഴി മുട്ടയിട്ട പോലെ എല്ലാം അവര് ഒരു 10 കുറെ ആൾക്കാരെ അറിയണം, പബ്ലിസിറ്റി. പിന്നെ ചിലപ്പോൾ നമ്മൾ പറയും BBC ന്യൂസിലെ ന്യൂസ് പറയണ പോലെയാണെന്നൊക്കെ പറയും. അതായത് എല്ലാവരും അറിയണം ഞാൻ എന്തെങ്കിലും കൊച്ചു നന്മ ചെയ്തു കഴിഞ്ഞാല്. പക്ഷെ ഈ വിധവയുടെ കാര്യത്തിൽ വിധവ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവളാണ്. നിയമജ്ഞർ തങ്ങളുടെ കപടഭക്തി പ്രകടനത്തിലൂടെ തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിധവ തന്റെ യഥാർത്ഥ ഭക്തി മൂലം തനിക്കുള്ളത് മുഴുവൻ കൊടുക്കാൻ സന്നദ്ധയാണ്. അപ്പോ നിയമജ്ഞര് കപടഭക്തി പ്രകടനത്തിലൂടെ തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ വിധവ തന്റെ ഭക്തി ശരിയായ ഭക്തിയായിരുന്നു. അപ്പൊ എല്ലാം കൊടുക്കാനായിട്ട് സന്നദ്ധയാകുകയാണ്. പിന്നത്തെ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്, വ്യക്തിപരമായ പീഡനങ്ങളെ കുറിച്ചുള്ള കാര്യമാണ്. യുഗാന്ത്യത്തെ സംബന്ധിച്ച് ശിഷ്യന്മാരുടെ രണ്ടാമത്തെ ചോദ്യത്തിനാണ് യേശു ഉത്തരം നൽകുന്നത്. യുഗാന്ത്യമായെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് യേശുവിടെ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിങ്ങനെ ചോദ്യം അങ്ങനെയാണ്. യേശു അനന്തരം അവൻ ഒലിവ് മലയിൽ ദേവാലയത്തിന് അഭിമുഖമായിരിക്കുമ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാനെ, അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു, ഈശോ മുൻ പറഞ്ഞ കാര്യങ്ങള് എപ്പോൾ സംഭവിക്കുമെന്ന്? ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ജെറുസലേം ദേവാലയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് യുഗാന്ത്യം എപ്പോ സംഭവിക്കുന്നതെന്ന് ചോദിക്കാണ്. അപ്പൊ തെറ്റിദ്ധരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. യുഗാന്ത്യമാണ് ഈ പ്രസംഗത്തിന്റെ കേന്ദ്ര ആശയം. യേശു തന്റെ പ്രബോധനം ആരംഭിക്കുന്നത് സൂക്ഷിക്കുവീൻ, ശ്രദ്ധിക്കുവീൻ, ജാഗരൂകരായിരിക്കും എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വേർഡ് ഉണ്ട്, ബ്ലേപ്പേറ്റ്. ആ വാക്ക് ഉപയോഗിച്ചിട്ടാണ്. 13:5-6 നമുക്ക് കാണാനുണ്ട്, ശ്രദ്ധിക്കുവീൻ, ജാഗരൂകരായിരിക്കും. എന്തോ ഒരു അപകടം വരുന്നുണ്ട് അല്ലെ? ഇന്നും നമ്മൾക്ക് ഉണ്ടല്ലോ, കൊറോണ വരുന്നു, ശ്രദ്ധിക്കുവീൻ, എന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി വരുന്നു, H1N1 വരുന്നു. അപ്പൊ എല്ലാവരോടും പറയേണ്ട കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അപ്പോ അത് തന്നെ, അത് ഇങ്ങനെ ചെറിയ കാര്യമാണ്. അപ്പൊ ഇവിടെ യുഗാന്ത്യത്തെ കുറിച്ച് യേശു പറയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഈ അധ്യായത്തിലെ 3 സ്ഥലങ്ങളിൽ കൂടി യേശു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. 9, 23, 33 ശ്രദ്ധിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട്. മിശിഹ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പലരും വരും. ഞാനാണ് എന്ന് പറയുന്നവർ മിശിഹാത്ത് മാത്രമല്ല ദൈവത്വം പോലും അവകാശപ്പെടുന്ന വിധത്തിൽ വരും. പക്ഷെ യഥാർത്ഥത്തിൽ ഈശോ മാത്രമാണ് മിശിഹ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വ്യക്തിപരമായ പീഡനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഈ ഭാഗം ഏൽപ്പിച്ചു കൊടുക്കുക എന്ന വാക്ക് 3 തവണ മർക്കോസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മളെ 9, 11, 12 ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇപ്പൊ നമ്മള് ഈ യുഗാന്ത്യത്തിലെ മതപീഡനമെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. 11 പറയുന്നുണ്ട്, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുക. 12 നമ്മൾ കാണുന്നു, സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കും. അപ്പോ ഇവിടെ ഇന്നും നമ്മളത് കാണാം. പലരും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോഴും നന്മയിൽ ജീവിക്കുമ്പോഴും പലരും നമ്മളെ ഇങ്ങനെ ഒറ്റുകൊടുക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും പരിഹാസപാത്രമാക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. യേശുവിന്റെ പീഡാസഹനവുമായുള്ള ബന്ധത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത്. യേശുവിന്റെ ശിഷ്യർക്ക് വിജാതീയരിൽ നിന്നും യഹൂദരിൽ നിന്നും പീഡനങ്ങൾ ഉണ്ടാകും. വിവിധ ന്യായാധിപ സംഘങ്ങൾക്ക് മുൻപിലുള്ള വിചാരണ ആക്കി കൊണ്ടുപോയാൽ തന്നെ അത് യേശുവിനെ സാക്ഷ്യം വഹിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുകയാണ്. യുഗാന്ത്യത്തിന് മുൻപ് എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നത് ദൈവിക പദ്ധതിയിലുള്ള ഒരു ആവശ്യമാണ്. ഇത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതിനാൽ സംഭവിക്കുക തന്നെ ചെയ്യും. സുവിശേഷം സ്വീകരിക്കാനുള്ള അവസരം യുഗാന്ത്യത്തിന് മുൻപ് എല്ലാവർക്കും ലഭിക്കണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ശിഷ്യന്മാർ എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാലുടാൻ യുഗാന്ത്യം സംഭവിക്കുമെന്ന് ഇതിനർത്ഥമില്ല. അത് ദൈവം താൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് നടപ്പിൽ വരുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ക്രിസ്തു ശിഷ്യർ എന്ന നിലയിൽ
നമ്മൾ സുവിശേഷം പ്രസംഗിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതിന്റെ പേരിൽ നമ്മൾ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും, തളരേണ്ടതില്ല. ഇതിനെ കുറിച്ച് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങേക്ക് നൽകുവാനും അങ്ങയിൽ ആശ്രയിക്കുവാനും, ദരിദ്രയായ വിധവ പൂർണ്ണമായിട്ട് തനിക്കുള്ളത് ഔദാര്യത്തോടുകൂടി സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് ദൈവത്തിന് സമർപ്പിക്കുവാനും, അങ്ങനെ അങ്ങ് നൽകുന്ന രക്ഷ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും അങ്ങയുടെ പാതയിലൂടെ ചരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.